സ്ത്രീകൾ കാലങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നം പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. നിലം എന്ന ഹ്രസ്വചിത്രം. സജിത മഠത്തിലാണ് ഈ ചെറുചിത്രത്തിലെ നായികയായി എത്തുന്നത്. ഹ്രസ്വചിത്രങ്ങളിലൂടെ തന്നെ ശ്രദ്ധ നേടിയ വിനീത് ചാക്യാരാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ശ്രീരാജ് രവീന്ദ്രൻ, ശ്രുതി ലക്ഷ്മി, ജിനോയ് ജനാർദ്ദനൻ, രോഹിത് രാജ് എന്നിവരാണ് ഈ ചെറുചിത്രത്തിന്റെ പിന്നിലെ സാങ്കേതിക പ്രവർത്തകർ. ഇല്ല, തീർച്ചയായിട്ടും കുറച്ച് പെൻഡിങ് ഉണ്ട്. മാഡം ഞാൻ ഇറങ്ങോട്ടെ? ഞാൻ പൂട്ടി ഇറങ്ങിക്കോളാം. ചായ മെട്രോ ചാടിക്കാതെ ഒന്ന് പോവോ? അതിന് വേറെ നാട്ടിൽ കൂടെയും പോകണം ചേച്ചി. ഞാൻ അരക്കുപ്പി വെള്ളേ വെച്ചിട്ടുള്ളൂ, നീ അത്രയും കുടിച്ചാ മതി. ഈ ചെറുചിത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നായികയെ അഭിനയിച്ച സജിത മഠത്തിൽ, അതോടൊപ്പം തന്നെ സംവിധായകൻ വിനീത് ചാക്യാർ, രണ്ടുപേർക്കും സ്വാഗതം ഈ റിപ്പോർട്ടറിലേക്ക്. ഒരുപക്ഷെ വളരെ തമാശ എന്ന രീതിയിൽ ഇതിൻ്റെ അകത്ത് ഒരു രംഗം കാണുമ്പോൾ പോലും നമ്മൾ ചിലപ്പോൾ ഇത് കണ്ടിരിക്കുന്ന ഒരു ചിരിക്കുന്ന തരത്തിലുള്ള ഒരു തമാശ എന്ന രീതിയിൽ പോലും ഇതിനെ കാണുന്ന ഒരു വിഷയം. എന്നാൽ അത് വ്യക്തിപരമായി അനുഭവിക്കാത്ത ആളുകളുടെ എണ്ണവും വളരെ കുറവാണ്. അത് ആണുങ്ങളെ സംബന്ധിച്ചിട്ടാണെങ്കിലും പെണ്ണുങ്ങളെ സംബന്ധിച്ചിട്ടാണെങ്കിലും. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ഒരു ഡെൻസിറ്റി എന്ന് പറയുന്നത് ആണുങ്ങളെക്കാളും കൂടുതൽ അളവ്, അതിൻ്റെ ഒരു പീഡനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇങ്ങനൊരു വിഷയം, ഇത് വളരെ ലഘുവായി കാണുന്നൊരു വിഷയം, അതിനെയാണ് നിങ്ങൾ ഇത് ഒരു മുഖ്യധാരയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്താണ് ഇങ്ങനെയൊരു ആശയമായി മുന്നോട്ട് വരാനുള്ള ഇൻസ്പിറേഷൻ? എന്താണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്? വിനീതാണ് എൻ്റെ അടുത്ത് ഇങ്ങനൊരു സിനിമ ചെയ്യാമോ, ഇതിൽ അഭിനയിക്കാമോ എന്ന് എന്നോട് ചോദിക്കുന്നത്. പിന്നെ ഷോർട്ട് ഫിലിമാണ്. അപ്പം ഞാനിങ്ങനെ ഈ വിഷയം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം വെച്ചാൽ എത്രയോ തവണ കടന്നു പോയിട്ടുള്ള സിറ്റുവേഷനാണ് ഈ സ്ത്രീ. ഞങ്ങളുടെ എത്രയോ എല്ലാ കൂട്ടുകാർക്കും ഇങ്ങനത്തെ ഇതിനെ പറ്റിയിട്ട് ഒരു 100 കഥകൾ പറയാനുണ്ടാവും. ഏതൊരു സ്ത്രീക്കും ഉണ്ടാവും. അത് ഏത് കാസ്റ്റ് ഡിഫറൻസ് ഇല്ല, ക്ലാസ് ഡിഫറൻസ് ഇല്ലാതെ തന്നെ എല്ലാ സ്ത്രീകളും പറയും, ഒരു കഥ പറയും, ഇങ്ങനത്തെ ഒരു കഥ. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഫിലിം ചെയ്യണം എന്ന് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ചെയ്യാം, ഷോർട്ട് ഫിലിം ആണെങ്കിലും അത് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ചെയ്യുന്നത്. നോട്ടം എന്ന ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ടാണ് ഈ സിനിമ ചെയ്യാനായിട്ടുള്ള വേദി ഒരുങ്ങുന്നത്. അപ്പോൾ ഇങ്ങനൊരു വിഷയം വിനീതിനെ എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റിയത്, അല്ലെങ്കിൽ ഇതിലേക്ക് എങ്ങനെയാണ് എത്തിയത് പെട്ടെന്ന് ഈ ഒരു വിഷയത്തിലേക്ക്? പേഴ്സണലി എൻ്റെ സ്ത്രീ സുഹൃത്തുക്കൾ കുറച്ച് പേര് എന്നോട് ഇങ്ങനെ കുറേ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഇങ്ങനൊരു ടോപ്പിക്കിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊരു ഡെവലപ്മെൻറ്റൽ ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ ഒരു വികസന നിർദ്ദേശം എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത് ആലോചിച്ചപ്പോൾ അങ്ങനെ ഒരു ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കുട്ടി എന്നോട് പറഞ്ഞത് അവളിപ്പോഴും യൂറിനറി ഇൻഫെക്ഷന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കുന്ന അറിയില്ല, ഒരുപാട് പേര് ഇപ്പോഴും ഇങ്ങനൊരു ഇഷ്യൂ കാരണം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു സാഹചര്യത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഒരു 4 മിനിറ്റ് സമയത്തിലേക്ക് ചുരുക്കുക എന്നുള്ളതുണ്ട്. ആളുകൾ കാണുമ്പോഴേക്കും എന്താണ് അതിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് കൃത്യമായി വരികയും ചെയ്യണം. ഈ 4 മിനിറ്റ് എന്നുള്ളത് വെല്ലുവിളിയായിരുന്നു. 4 മിനിറ്റ് ഒരു വെല്ലുവിളി തന്നെയാണ് ആക്ച്വലി. കാരണം പലരും വിചാരിക്കുന്നത് ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമയിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്, അല്ലെങ്കിൽ സിനിമയിലേക്ക് കയറാനുള്ള ഒരു എളുപ്പവഴിയാണെന്ന് ചിലർ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട്. ഞാനും കുറേ നാൾ അങ്ങനെ വിചാരിച്ചിരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഒരു നോവൽ, ഒരു ചെറുകഥ പോലെ അല്ലെങ്കിൽ ഒരു കവിത പോലെ ഒരു സങ്കേതമാണ് ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ 4 മിനിറ്റിൽ എത്ര ക്രിയേറ്റീവായിട്ട് നമുക്കൊരു ആശയത്തെ എങ്ങനെ അവതരിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്.
അത് വളരെ ലൗഡാക്കാതെ വളരെ സബ്റ്റലായിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെ പറയാൻ ശ്രമിക്കാം. അതാണ് ഞാൻ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത്. അതൊരു വെല്ലുവിളി തന്നെയാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. തീർച്ചയായും ഇത് ഫേസ്ബുക്കിലൂടെയും ഓൺലൈൻ മീഡിയകളിലുമൊക്കെ ഒരു തരത്തിലിൻ്റെ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഒരു തുടക്ക സമയമാണ്. ഇനി അത് സജ്ജമായി നമ്മൾ എത്തണമെന്നാണ്, നമ്മൾ കൂടുതലായിട്ട് എത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത് കണ്ടതിന് ശേഷം നിരവധി പെൺകുട്ടികളുടെ പോസ്റ്റുകളും മറ്റു കാര്യങ്ങളും സജിതയുടെ പേജിൽ കാണാൻ സാധിച്ചു. എന്താണ് ഇനി കിട്ടുന്നൊരു ഫീഡ്ബാക്ക്? ഞാൻ യഥാർത്ഥത്തിൽ നമ്മളൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എന്നുള്ളത് എനിക്കറിയാം. അത് നന്നായി വന്നിട്ടുണ്ടായിരുന്നു ചെയ്തപ്പം. പക്ഷെ അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം വരുന്ന റെസ്പോൺസ്, ധാരാളം ഷെയറിങ് വരുന്നുണ്ട്, ധാരാളം പേര് കാണുന്നുണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരികളോടൊക്കെ ഇതൊന്ന് കാണാവോ എന്ന് തുടക്കത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പലരോടും ഞാൻ മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ പലപ്പോഴും നമ്മളങ്ങനെ ചെയ്യാറുണ്ട്, കാണാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയായിരുന്നില്ല. ഓരോരുത്തരും റെസ്പോണ്ട് ചെയ്ത രീതി ഭയങ്കര രസമായിരുന്നു. എല്ലാവരും അത് കണ്ടിട്ട് ഫസ്റ്റ് അവർ കടന്നുപോയ ഒരു സിറ്റുവേഷനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് അവർ എഴുതുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ വരാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ, പഞ്ചായത്ത് തലത്തിലൊക്കെ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇത്തരം ഒരു ഇഷ്യൂ ഡിസ്കസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം 50% സ്ത്രീകൾ പ്രതിനിധീകരിക്കുന്ന ഇതാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഒരിക്കലും നമ്മൾ തുറന്ന് പറയാനോ അല്ലെങ്കിൽ ഉറക്കെ പറയാനോ താല്പര്യപ്പെടാത്തൊരു ഇഷ്യൂവിനെ എന്തുകൊണ്ടാണ് അഡ്രസ്സ് ചെയ്യാത്തത്? ഈ ഒരു അവസരത്തിൽ ജയിച്ചു വരുന്നവർ ആദ്യം ചെയ്യേണ്ട കാര്യമായിട്ട് ഇതിനെ മാറ്റണം എന്നുള്ളതാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത്. ഞങ്ങൾക്ക് ആലോചിക്കുന്നൊരു കാര്യം അതാണ്. ഇത് മാക്സിമം ഷെയർ ചെയ്യുന്നതിലൂടെ അത്തരം കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. ഇതിൻ്റെ സ്ഥലങ്ങൾ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ നമ്മൾ ഇതിനകത്തൊരു ഓപ്ഷനായി കാണുന്നത്, എല്ലാവരും ആദ്യം കാണുന്നൊരു ഓപ്ഷനാണ് ഒരു ഹോട്ടലിൽ ചെന്നൊരു ചായ കുടിച്ച് അവിടെ മൂത്രമൊഴിക്കാൻ പറ്റുമെങ്കിൽ മൂത്രമൊഴിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. പക്ഷേ ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോഴും, റെയിൽവേ സ്റ്റേഷനിലെത്തിയാലും എയർപോർട്ടിലെത്തിയാലും ഏത് മേഖലയിലെത്തിയാലും പൊതു ഇടങ്ങളിൽ ശൗചാലയങ്ങളിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് അത് കൃത്യമായി വൃത്തി ഉണ്ടാകുന്ന അവസ്ഥയില്ല. അത് പുരുഷന്മാരെ സംബന്ധിച്ചിട്ടാണ്, സ്ത്രീകളെ സംബന്ധിച്ചിട്ടാണെങ്കിലും. ഇത്തരം സാധനങ്ങളൊന്നും ആരും ഒരു വഴിക്കും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ പോയിട്ട് ഇതിനകത്ത് കാണുന്ന പോലെ ഇറങ്ങി പോരുന്നത് പോലെ തന്നെ ഒന്നെങ്കിൽ മൂക്ക് പൊത്തി, ആണുങ്ങളാണെങ്കിൽ ചിലപ്പോൾ മൂത്രം വെച്ചിട്ട് പോരും, ഇല്ലെങ്കിൽ അവർ അതേപോലെ തന്നെ ഇറങ്ങിപ്പോരും. സ്ത്രീകളായിരിക്കും കൂടുതൽ, അത്രയും അതിന് പോലും ശ്രമിക്കാതെ സ്ത്രീകളായിരിക്കും കൂടുതലും പുറത്ത് പോരുകയും ചെയ്യുക. എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഒന്ന് കൂടുതൽ സജീവമായിട്ടൊന്നും ചർച്ചയിലെത്തിക്കാൻ കഴിയുക? എനിക്ക് തോന്നുന്നു പൊതുയിടങ്ങളിൽ പോകുന്ന സ്ത്രീകളുടെ അവസ്ഥ പല രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. അതിനൊക്കെ പുറമെയാണ് ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു ഇഷ്യൂ ഇപ്പം പൊതുയിടങ്ങളിൽ ഈവിൽ ടീസിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെയുള്ള മറ്റു തരത്തിലുള്ള അതിക്രമങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അതൊക്കെ വളരെ സീരിയസ് ടോപ്പിക്കുകളായിട്ട് എല്ലാ കാലത്തും വന്നിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഞങ്ങളെല്ലാം എപ്പോഴും ഇങ്ങനെ മൂടി വയ്ക്കുന്നൊരു ഇഷ്യൂ ആണ്. ഞങ്ങൾക്കത് തുറന്നു പറയാനൊരു മടിയുള്ള ഇഷ്യൂ ആണ്. ഇപ്പോൾ ഒരു നടി എന്നുള്ള നിലയ്ക്ക് നാടകപ്രവർത്തകരായുള്ള ധാരാളം സ്ത്രീകളെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ വർക്ക് പ്ലേസിനെ കുറിച്ചിട്ട് അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. യാത്ര ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സ്ഥിരമായി ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരുന്ന സ്ത്രീകളാണെങ്കിൽ കുറച്ചും കൂടി അവരെങ്ങനെങ്കിലും മാനേജ് ചെയ്യും. യാത്ര എന്ന് പറയുന്നത് കൂടുതൽ സങ്കീർണമാക്കുകയാണ് പ്രശ്നം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും അധികം സ്ത്രീകൾ വർക്ക് ചെയ്യുന്നതാണ് സെയിൽസ് ഗേൾസ് എന്നുള്ളത്. അതിനെപ്പറ്റി ധാരാളം ചർച്ചകൾ ഇതിന് മുമ്പും വന്നിട്ടുണ്ട്. സാറ ടീച്ചറുടെ കഥ വരെ അതിനെക്കുറിച്ചിട്ടാണ് ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസിൽ അവിടെ ബാത്റൂമുകൾ വേണമെന്ന് പോലും ആലോചിക്കുന്നില്ല. അതേപോലെ പൊതുസ്ഥലങ്ങളിൽ എത്ര വൃത്തിയുള്ള, നമ്മൾ സാംസ്കാരികമായി വളരെ മുന്നിലാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നും കുളിക്കുന്ന ആളുകളാണ് നമ്മൾ എന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കര പ്രൗഡാവാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ നല്ലോണം കുളിക്കുന്ന, നമ്മുടെ ശരീരമൊക്കെ വൃത്തിയാക്കി വെക്കുന്ന, അല്ലെങ്കിൽ വീട്ടിലെ ബാത്റൂമുകളൊക്കെ വൃത്തിയാക്കി വെക്കുന്ന, എല്ലാ വീടുകളിലും സ്വന്തമായിട്ട് ബാത്റൂമുള്ള വീടുകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. എന്തുകൊണ്ടാണ് നമ്മൾ പുറമേ ഇറങ്ങുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാത്തത്? ആണുങ്ങൾക്ക് പിന്നെയും പൊതു റോട്ടിൽ നിന്നിട്ട് മൂത്രമൊഴിക്കുന്ന ഒരു ശീലമുണ്ട്. പക്ഷെ സ്ത്രീകൾ അങ്ങനെ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് സ്ത്രീകളുടെ ഈ പ്രശ്നത്തിന് ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇത് വളരെ വളരെ സീരിയസ് ആയുള്ളൊരു ഇഷ്യൂ ആണ്. പക്ഷേ ഒരിക്കലും ഞങ്ങളും പുറത്തു പറയില്ല. പൊതുജനം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതൊരു സീരിയസ് ആയുള്ളൊരു കാര്യമായിട്ട് കണ്ടിട്ടുമില്ല ഇതുവരെ. ഇനിയിപ്പോൾ അഥവാ വല്ലയിടത്തും ഒരു പൊതു സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ ബാത്റൂം അതിനെ എത്ര മോശമായിട്ടാണ് സൂക്ഷിക്കുന്നത്. അത് പലപ്പോഴും പേടിയാണ് നമുക്ക്. പലപ്പോഴും അത് അടച്ചിട്ടിട്ടുണ്ടാവും, ഒന്നുകിൽ അത് അടച്ചിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ഭയങ്കര മോശമായുള്ള അവസ്ഥയിലായിരിക്കും. അതിൽ കയറിപ്പോയ ഇൻഫെക്ഷൻസ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോകണ്ടെന്ന് തീരുമാനിക്കും. വൃത്തിയുള്ള ക്ലീനായിട്ടുള്ള ഒരു
ടോയ്ലറ്റാണ് ഒരു സ്ത്രീ ആദ്യം പ്രതീക്ഷിക്കുന്നത്, പൊതുയിടങ്ങളിലേക്ക് പോകുമ്പോൾ ആദ്യം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് വിനീത് ഇത്രയും ഒരു സാധനം ചെയ്യണമെന്ന് പറയുമ്പം ഞാൻ വിചാരിക്കുന്നത് ഒരു നടി എന്നുള്ള നിലയ്ക്ക് അതെൻ്റെ ഡ്യൂട്ടിയാണ് അങ്ങനത്തെ ഒരു വർക്ക് ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിനീത്, ഇത് ഞാനിപ്പോൾ സൈജയടുത്ത് ചോദിച്ച പോലെ തന്നെ ഇത് പുറത്തെത്തി കഴിഞ്ഞു. ഇത് സഫർ ചെയ്തിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ അവരെപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വരുന്നതാണ്. അതൊക്കെ വന്ന് സംഭവിക്കുക എന്നുള്ളതാണ്, ഇതെല്ലാം സംഭവിക്കുന്നതാണ്. അത് കൃത്യമായി ഇന്നത് ചെയ്യാമെന്ന് ഫിക്സ് ചെയ്തിട്ടായിരിക്കില്ല, അത് കണ്ടതുപോലെ അല്ലായിരിക്കും ഇത് പൂർത്തീകരിച്ചപ്പോൾ ഉണ്ടാവുക. ചിലപ്പോൾ അതിനേക്കാളും മികവുറ്റതായിട്ട് ഇതിൻ്റെ ഔട്ട് വന്നിട്ടൊക്കെ ഉണ്ടാവാം. ഇത് ഇറങ്ങിയതിന് ശേഷം ഇവരുടെയൊക്കെ ഭാഗത്തു നിന്ന് കിട്ടുന്ന പ്രതികരണം എന്താണ്? ഇവർ എത്രമാത്രം ഇത് സ്പ്രെഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് കൂടുതൽ ചർച്ചയിലെത്തിക്കാൻ അവരുടെ ഇനിഷ്യേറ്റീവ് എങ്ങനെയാണ്? ഞാൻ ഇതിനു മുൻപ് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊക്കെ ഞാൻ സ്വയം ഇരുന്ന് അതിന് പ്രൊമോട്ട് ചെയ്യാനും എല്ലാം ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്, മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കാനുള്ള. ഇത് ഞാൻ ചെറിയ ബഡ്ജറ്റിൽ എൻ്റെ ചുറ്റുപാടിലുള്ള റിസോഴ്സസൊക്കെ യൂസ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ ചെയ്ത ഒരു കോമ്പറ്റീഷന് വേണ്ടി ചെയ്യുന്നു. പക്ഷേ ഞാൻ അപ്പോൾ ആലോചിച്ചത് സജി ചേച്ചിയും കൂടി വരികയാണെങ്കിൽ അതൊരു രസമായിരിക്കും എന്ന് തോന്നിയിട്ട് വിളിച്ചതായിരുന്നു. അപ്പോൾ അത് വരാമെന്ന് പറഞ്ഞാൽ അത്രയും സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് അവർ. അപ്പോൾ വരാൻ തീരുമാനിച്ചു, അങ്ങനെ വന്ന് ചെയ്ത്. അപ്പോൾ ഇത് കോമ്പറ്റീഷൻ അയക്കണമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ള ആ സമയത്ത്. പക്ഷേ ഇത് കണ്ടതിന് ശേഷം ഞാൻ പറയാതെ തന്നെ ഒരുപാട് പേര് ഇത് ഷെയർ ചെയ്യുന്നു, ഓരോരോ പേജുകാർ ഇതെടുത്ത് ഷെയർ ചെയ്യുന്നു, അവരെല്ലാവരും വിളിക്കുന്നു. കുറേ പേര് വിളിച്ചെന്നോട് പറഞ്ഞു. ഇതിലെനിക്ക് എടുത്തു പറയാനായിട്ട് തോന്നുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റി അവിടെ നിന്ന് ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ ശൗചാലയം, അവരുടെ ഒരുപാട് കാലമായിട്ട് അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു അതിനെതിരെ, നല്ലൊരു ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു ശൗചാലയത്തിന് വേണ്ടി, ടോയ്ലറ്റിന് വേണ്ടിയിട്ട്. പക്ഷേ ഇതുവരെയായിട്ടൊരു മൂവ്മെൻറ്റ് ഒന്നതിന് വേണ്ടിയിട്ട് നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനത്തെ റെസ്പോൺസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു നമ്മൾ ഒരു മാധ്യമത്തിലൂടെ, ഇപ്പോൾ ഈ ഒരു ചെറിയൊരു ചിത്രത്തിലൂടെ ഇത്രയും നമുക്ക് ചെയ്യാനായിട്ട് ഇത്രയും ആൾക്കാരിലേക്ക് ഇത് എത്തുന്നു എന്നുള്ള അറിയുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ്. അതിലുപരി ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ ഒരു 80,000-ലധികം വ്യൂവേഴ്സ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. ഒരാഴ്ചയായിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളൊരു വിഷയബന്ധിതമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ്, ഒരു ഷോർട്ട് ഫിലിമാണത്. അപ്പോൾ അതിൻ്റേതായുള്ള ഒരുപാട് പരിമിതികൾ അതിനകത്തുണ്ട്. അതായത് ഇങ്ങനെ ഒരു ടോപ്പിക്കിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത്ര പ്രൊമോഷനോ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ആൾക്കാരത് കാണുന്നു, അവരത് ഷെയർ ചെയ്യുന്നു. ഒരുപാട് സ്ത്രീകൾ അവർ എന്നോട് താങ്ക്സ് പറഞ്ഞ എത്രയോ പേരുണ്ടെന്ന് അറിയും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ കാണിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷിക്കുന്നവരാണ്. ഇത് വലിയ പ്രശ്നമല്ല എന്ന് വിചാരിക്കുന്നിടത്താണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നത്. ഇത് എന്തിനാ ഇത്ര വലിയ പ്രശ്നമാണോ എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. അതേപോലെ ആൺകുട്ടികളും, പിന്നെ അത് സ്ത്രീകളുടെ മാത്രം ഇഷ്യൂ അല്ല. ഇപ്പോൾ ഒരു ആൺകുട്ടി എൻ്റെ വോളിൽ എഴുതിയിരിക്കുന്നത് അവൻ്റെ അനിയത്തിയും പിന്നെ അമ്മയും ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത് അവൻ ധാരാളം കണ്ടിട്ടുണ്ട്, അവർ സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്കിത് കണ്ട സമയത്ത് അത് ഭയങ്കര ഇമോഷണലായിട്ട് തന്നെ അത് എഫക്റ്റ് ചെയ്തു. ഈ പടം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇങ്ങനത്തെ ഒരു പടം വരേണ്ടത് എന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി ഞാനിത് ചെയ്യാൻ ആദ്യം ഉദ്ദേശിച്ചത് ഇവരുടെ മെൻസസ് ആവുന്ന ടൈമിനെ കുറിച്ചുള്ള അതിനെക്കുറിച്ചിട്ട് ചെയ്യണമെന്നായിരുന്നു ആക്ച്വലി വിചാരിച്ചിരുന്നത്. കാരണം ഞാൻ പ്രത്യേകം എഴുതിയിരിക്കുന്നത് സ്ത്രീ സൗഹൃദപരമായിട്ടുള്ള ടോയ്ലറ്റുകളാണ്. കാരണം ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ഇപ്പോൾ നമ്മൾ ഈവൻ സ്കൂളുകളിലും കോളേജുകളിലും പോലും ഇങ്ങനത്തെ നല്ല സൗകര്യങ്ങൾ വരേണ്ടിയിരിക്കുന്നു. അതുപോലും നമ്മൾക്ക് ഇവിടെ നൽകാൻ കഴിയുന്നില്ല. നമ്മൾ അതിൻ്റെ ഈ സ്കൂൾ തുറന്ന കാലഘട്ടത്തിലൊക്കെ വാർത്തകൾ തേടി പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട് സ്കൂളുകളുടെ ടോയ്ലറ്റുകളുടെ അവസ്ഥ. ഈ പീരിയഡ്സിലേക്ക് എത്തുന്ന പെൺകുട്ടികൾ ജീവിക്കുന്ന അവരെ സംബന്ധിച്ച് നാപ്കിൻ ഉപയോഗിക്കാൻ മറ്റു കാര്യങ്ങൾ നേരിടുന്ന അങ്ങനെയുള്ള പ്രതിസന്ധി കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഒരു ഭാഗത്ത് കുറേയൊക്കെ കുറേയൊക്കെ അവയർനെസ് വരാൻ തുടങ്ങി, അതിനെക്കുറിച്ച് കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഈ സ്കൂളുകൾ കേന്ദ്രിതമായി കുട്ടികൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് മുതൽ നമ്മൾ നോക്കുന്ന സമയത്തും അതിന് ഈ പറയുന്ന പോലെ അവസ്ഥയും കാര്യമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ കുട്ടി ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ മകളുടെ ഒരു ആശങ്ക, നമ്മുടെ ആശങ്ക അവക്കുണ്ടാവരുത് എന്നുള്ളതിനോട് നമ്മൾ പറയുന്നത് പോലെ കുറേ വിഷയങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനെ ഈ പറയുന്ന ഒരു സമയത്തേക്ക് എത്തുന്നു, ഈ പറഞ്ഞ പോലെ ഇത്തരം വിഷയങ്ങൾ സ്ത്രീകൾ ഏറ്റെടുക്കേണ്ട ഒരു സമയമാണ്. അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സ്ഥാനാർത്ഥികളായിട്ടുള്ള 50% വരുന്ന സ്ത്രീകളാണ് ഈ പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത്. അത് കോർപ്പറേഷൻ തലത്തിലും പഞ്ചായത്ത് തലത്തിലും എല്ലാം. അപ്പോൾ ഇതിന് കൂടുതൽ ഞാൻ വിചാരിക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം തദ്ദേശീയ തലത്തിൽ വരുന്ന ഇത്രയധികം സ്ത്രീകൾ പിന്നെ ഇലക്ഷന് മത്സരിക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ഒരവസ്ഥയിൽ അവരിൽ ഓരോ സ്ത്രീയും തീരുമാനിച്ചാൽ മതി, എൻ്റെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ എൻ്റെ കോർപ്പറേഷനിൽ, എൻ്റെ മുനിസിപ്പാലിറ്റിയിൽ ഒരു പൊതു ഇടങ്ങളിൽ, പ്രധാനപ്പെട്ട പൊതു ഇടങ്ങളിൽ നല്ല ടോയ്ലറ്റ് ഉണ്ടാവും, അത് ഞാൻ ഉറപ്പുവരുത്തുന്നു എന്ന് അവർ പറഞ്ഞുകൊണ്ട് ഇലക്ഷന് വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതൊരു സ്ത്രീക്ക് പറയാൻ പറ്റും, ഒരു സ്ത്രീക്ക് അത് കൂടുതൽ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇത്രയധികം സ്ത്രീകൾ ഇലക്ഷന് മത്സരിക്കുന്ന ഒരു ഘട്ടത്തിൽ അവരത് പറയേണ്ടതുണ്ട്. ഇതാ ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ എൻ്റെ പിന്നെ പഞ്ചായത്തിൽ, മുനിസിപ്പാലിറ്റിയിൽ, കോർപ്പറേഷനിൽ നല്ല ടോയ്ലറ്റുകൾ ഉണ്ടാവും, അവിടെ സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റും, നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയാൻ അവർ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം. തീർച്ചയായും സാഹിത്യനെ എപ്പോഴും ഇവിടെ പരിചയപ്പെടുത്തുന്ന സമയത്തെല്ലാം ഒരു സിനിമയായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിമായിട്ട് ആദ്യമായിട്ട് അതിനെല്ലാം മികവുറ്റ പ്രമേയ മികവുള്ള അല്ലെങ്കിൽ മികച്ച ആളുകളുടെ പിന്നണി ആളുകളുള്ള
ആളുകളുമായിട്ടുള്ള അങ്ങനെയുള്ള നല്ല നല്ല സിനിമകളുടെ ഭാഗമായി എത്തുന്ന ആളാണ് സജിത. ഇപ്പോൾ റാണി പത്മിനി എന്ന സിനിമയാണ് ഇനി പുതിയതായിട്ട് പുറത്തിറങ്ങാനുള്ളത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് റാണി പത്മിനിയെക്കുറിച്ച് പ്രേക്ഷകർക്ക് ആദ്യമായി സംസാരിക്കുന്നത് നമ്മുടെ ചാനലോട് സംസാരിക്കുന്നത് സജിതയാണ്. വളരെ കുറഞ്ഞ വാക്കിൽ റാണി പത്മിനി ഞാൻ വിചാരിക്കുന്നത് വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പടമായിരിക്കും എന്നുള്ളതാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു പടമായിരിക്കും. ആഷിഖിൻ്റെ ഇതുവരെയുള്ള പടങ്ങളിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും ഈ പടത്തിനെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും വിനീതിനും എല്ലാവിധ ആശംസകളും നേരുന്നു. സാധാരണ ഹ്രസ്വചിത്രങ്ങൾ എടുക്കുന്ന ചെറുപ്പക്കാരിൽ നിന്നൊക്കെ മാറി ആദ്യ സിനിമ തൊട്ട് തന്നെ മാറി നിൽക്കുന്ന ആളാണ് വിനീത്. അതിൻ്റെ കാര്യങ്ങൾ നമ്മളോട് കൃത്യമായി പറയുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ് വിനീത്. ഇത്തരം വിഷയങ്ങൾ എടുത്തിട്ടുള്ള മാറിയുള്ള ചിന്ത, ഒരു യാത്ര അത് ഇനിയും തുടരുക, നല്ല നല്ല ചിത്രങ്ങൾ ചെയ്യുക, അതിൻ്റെ വിശേഷങ്ങൾ വിളിച്ചറിയിക്കുക. എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ലക്ഷ്യം കൂടുതൽ ചർച്ചയാവട്ടെ, കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്നത്തെ രണ്ടുപേർക്കും വളരെയധികം നന്ദി. ഈ റിപ്പോർട്ടറുടെ ഇടവേള.